നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്നും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കയ്യേറ്റം ചെയ്തു എന്നുമാണ് ബിന്ദുവിന്റെ ആരോപണം. വിവരം മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിച്ചുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ആരോപണങ്ങളിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ വാളകത്തെ കുടുംബ വീട്ടിൽ കണ്ടെന്നും ഫോട്ടോ ഉൾപ്പെടെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നുമാണ് ബിന്ദു മേനോന്റെ തുറന്നു പറച്ചിൽ. താൻ വിളിച്ചതിനു പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇടപെട്ടില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തന്നെ മർദ്ദിച്ചെന്നും ഫോൺ പരിശോധിച്ചെന്നും ബിന്ദു മേനോൻ ആരോപിച്ചു. മുൻപ് ഗണേഷ് കുമാർ തന്നെ ഉപദ്രവിച്ചിരുന്നുവെന്നും തനിക്ക് സംശയരോഗമെന്ന് പ്രചരിപ്പിച്ചെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. എന്നാൽ ആരോപണം മന്ത്രി തള്ളി. എല്ലാ കാലത്തും വീട്ടിൽ നിന്ന് തന്നെയാണ് തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? എനിക്ക് എപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു. മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് KSU DGPക്ക് പരാതി നൽകി. ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധം തെരുവിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്രതിപക്ഷം. വരും ദിവസങ്ങളിൽ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം. 24 കൊല്ലം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഗണേഷ് കുമാറിനോട് സംസാരിക്കും. നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി സംസാരം നടക്കാനാണ് സാധ്യത. പോലീസ് വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദവും സർക്കാരിനുമേൽ ഉണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ മാധ്യമങ്ങളോട് ഉന്നയിച്ച പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ മന്ത്രിക്കൊപ്പം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. വിളിച്ചു വരുത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. മന്ത്രിയുടെ സ്റ്റാഫ് മൊബൈൽ ഫോൺ പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന സർക്കാരിന്റെ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്നതാണ്. പോലീസിനെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ചു പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചു പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. പോലീസ് വീഴ്ചയ്ക്ക് സമാധാനം പറയേണ്ടത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. പരാതിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു തുടങ്ങിയ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് സംസാരിച്ചേക്കും. CPM നേതൃത്വവും വിവരങ്ങൾ ആരായും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. കേരളത്തിലെ ചുമതലപ്പെട്ട ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കും. ഭാര്യയുടെ പരാതിയിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. ഗുരുതര ആരോപണം നേരിടുന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തി. പത്തനാപുരത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാലൻ കോഴി പത്തനാപുരത്തിന് വേണ്ട എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു KSUവിന്റെ പ്രതിഷേധം. പ്രവർത്തകർ ബാനർ KSRTC ബസിന് മുന്നിൽ കെട്ടി. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. കൽപ്പറ്റ ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. വാഹനം തടഞ്ഞ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോഴിയെ കൈയിലേന്തി KSRTC ബസ് തടഞ്ഞും പ്രവർത്തകർ പ്രതിഷേധിച്ചു. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. 2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തി സഞ്ജു വി സാംസൺ. സഞ്ജുവിന് വലിയ വരവേൽപ്പാണ് നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി താരത്തെ സ്വീകരിച്ചു. വീഴ്ചയിൽ പതറിയപ്പോൾ സച്ചിന്റെ പിന്തുണ കരുത്തായി എന്ന് സഞ്ജു പറഞ്ഞു. കേരള സർക്കാർ ഔദ്യോഗികമായി സഞ്ജുവിന് സ്വീകരണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്.
വീരോചിതമായ ലോകകപ്പ് ഫൈനൽ കണ്ട ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപ് മലയാളികളുടെ സഞ്ജു വി സാംസൺ ജന്മനാട്ടിലേക്ക്. താരത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചത് വലിയ സ്വീകരണം. ലോകകപ്പിലെ മികച്ച താരമെന്ന പദവി സന്തോഷത്തിനും അഭിമാനത്തിനും മാറ്റുകൂട്ടുന്നു. എല്ലാവർക്കും എനിക്ക് നന്ദി മാത്രം പറയാനുള്ളൂ. എയർപോർട്ടിൽ നിന്നും സഞ്ജു നേരെ എത്തിയത് സ്വദേശമായ വിഴിഞ്ഞത്തെ കുടുംബ വീട്ടിലേക്ക്. സച്ചിൻ തന്ന പിന്തുണയും നാട്ടുകാരോടുള്ള നന്ദിയും പങ്കുവയ്ക്കാൻ മറക്കാതെയുള്ള ആദ്യ പ്രതികരണം. പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനസ്സൊന്ന് ഒന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്വീകരണവും സഞ്ജുവിന് ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കുവാൻ ആലോചിക്കുകയാണ്. അർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കേരളത്തിൻ്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതാണ്. 1 മാസം ഫോൺ ഒഴിവാക്കിയായിരുന്നു സഞ്ജുവിന്റെ പരിശീലന കാലയളവ്. ഇനി കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കണമെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഡൽഹിയിലെ ടീമിന്റെ വിജയാഘോഷത്തിനായി വരും ദിവസം സഞ്ജു ഡൽഹിയിലേക്ക് തിരിക്കും. 24 തിരുവനന്തപുരം. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ രഹസ്യയോഗം. 12 ബ്ലോക്ക് പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുന്നതിനെതിരെയാണ് യോഗം ചേർന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എന്ന നിലയിൽ ഏറെക്കുറെ UDFൽ ഒരു ധാരണയുണ്ട്. ഏത് രീതിയിലുള്ള തുടർ നടപടികളിലേക്കാണ് ഈ യോഗം ചേർന്നവർ പോകുന്നത്? തിരുവനന്തപുരം സെൻട്രൽ സീറ്റുമായി ബന്ധപ്പെട്ട് മുന്നണി സമവാക്യങ്ങൾ തെറ്റുന്നോ എന്നുള്ളൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും CMP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CP ജോണിനെ തിരുവനന്തപുരം സെൻട്രലിലൂടെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനം അത് കോൺഗ്രസിന് അകത്തും പുറത്തുമുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ VS ശിവകുമാർ പക്ഷം വരുന്നത്. അതിൽ VS ശിവകുമാർ ഒരു അവകാശവാദവുമായി വരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് VS ശിവകുമാർ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ശിവകുമാറിനെ പിന്തുണച്ച് 12 മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ ചേർന്ന ഒരു യോഗം ഇന്ന് ചേർന്നത്. അത് രഹസ്യ യോഗം എന്നുള്ളതാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ VS ശിവകുമാറിനെ മത്സരിപ്പിക്കില്ലെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ 12 ബ്ലോക്ക് പ്രസിഡന്റുമാരും രാജിവെക്കുമെന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനടക്കം ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യോഗത്തിലെ നടപടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുവരെഴുത്തും തുടങ്ങിയിട്ടുണ്ട്. ആ ചുവരെഴുത്തിൽ പറയുന്നത് ഈ സെൻട്രൽ സീറ്റ് കോൺഗ്രസിന് എന്നുള്ളതാണ് ചുവരെഴുത്ത്. അത് അങ്ങനെ ഒരു സാഹചര്യം, അതായത് ഈ ഘടകകക്ഷികൾ അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് എന്ന് പറഞ്ഞുള്ള ഒരു ചുവരെഴുത്ത് കാണുക അപൂർവമാണ്. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചുവരെഴുത്തിന് പകരമാണ് ഇപ്പോൾ തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന് വേണമെന്ന രീതിയിലുള്ള ഒരു ചുവരെഴുത്ത് കൂടി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു തീരുമാനം എന്തുണ്ടാകും, അത് CP ജോണിന് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ധാരണയൊക്കെ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ UDFിനകത്തുമുണ്ട്. അതിനിടെയാണ് VS ശിവകുമാർ എതിർപ്പുമായി വരുന്നത്. അതുപോലെ രഹസ്യ യോഗം ചേരുകയും ചുവരെഴുത്തുകൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും അതിൽ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം തീരുമാനം എന്താണ് എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. ഓക്കെ, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾ തള്ളി. തൃശൂർ നാട്ടികയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് സിറ്റിംഗ് MLA CC മുകുന്ദന്റെ പ്രഖ്യാപനം. ഗീതാ ഗോപിയെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് CC മുകുന്ദൻ CPI നേതൃത്വവുമായി ഇടഞ്ഞത്. CC മുകുന്ദനുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഗീതാഗോപിന്റെ പേര് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഗീതാഗോപിനെ ക്ഷണിച്ചു BJP
എന്ന് ഒരു പത്രത്തിൽ ന്യൂസ് വരാണ്ടായി. അതൊരു എനിക്ക് കിട്ടിയോടത്തോളം തരികട പ്രയോഗം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സമീപനം സ്വീകരിച്ചിട്ടാണ് ഗീതാ ഗോപി പാർട്ടിയിൽ നിന്ന് സീറ്റ് കൈവശമാക്കാൻ തീരുമാനിച്ചത്. പേയ്മെന്റ് സീറ്റ് ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചാണ് ഗീതാ ഗോപിയെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ തുറന്നടിച്ച് CC മുകുന്ദൻ രംഗത്തെത്തിയത്. CPI നേതൃത്വവുമായി ഇടഞ്ഞ CC മുകുന്ദനുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചിരുന്നു. നാട്ടികയിൽ മാത്രമല്ലെന്ന് ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് മുകുന്ദനെ പോലുള്ള വിസ്മയങ്ങൾ ഇനിയുണ്ട്. പേയ്മെന്റ് സീറ്റ് ആരോപണം തള്ളിയെങ്കിലും CC മുകുന്ദനുമായി അനുനയ ചർച്ചയ്ക്ക് തയ്യാറെന്ന സൂചനയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ. ഞങ്ങൾ മോഹൻദനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മോഹൻദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും. എന്നാൽ അനുനയത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി നാട്ടികയിൽ താൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് CC മുകുന്ദൻ പ്രഖ്യാപിച്ചു. ജയിക്കുക മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അതേസമയം നാട്ടികയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഗീതാ ഗോപിയുടെ പ്രതികരണം. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവിടില്ല എന്നുള്ളതാണ്. അതേസമയം മുകുന്ദൻ കാണിച്ചത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുറന്നടിച്ചു. മുകുന്ദനെതിരെ കഴിഞ്ഞയാഴ്ച പോലും പ്രകടനം നടത്തിയ കോൺഗ്രസിന് എങ്ങനെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാകുമെന്നായിരുന്നു CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദന്റെ ചോദ്യം. നാട്ടികയിൽ CC മുകുന്ദന് വിനയായത് മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പെന്നാണ് വിവരം. മണ്ഡലം കമ്മിറ്റി അംഗത്വം താൻ രാജിവെച്ചതായും CC മുകുന്ദൻ വ്യക്തമാക്കി. 24 തൃശൂർ. പിന്നെ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ MP. MPമാർ മത്സരിക്കേണ്ടെന്ന കോൺഗ്രസിലെ പൊതുധാരണയ്ക്കിടെയാണ് കെ സുധാകരന്റെ പ്രഖ്യാപനം. മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? മത്സരിക്കും. ഓ, കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാവും. മത്സരിക്കും. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിക്ക് തിരിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രന് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി NCP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് AK ശശീന്ദ്രനും അനുകൂലികളും ഇറങ്ങിപ്പോയി. മുക്കം മുഹമ്മദിന്റെ പേരും പരിഗണനയിൽ വന്നതിനെ തുടർന്നാണ് ബഹിഷ്കരണം. തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിനായി തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന NCPയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റിയിലാണ് ഭിന്നത വെളിവായത്. എലത്തൂരിൽ തന്നെ മത്സരിപ്പിക്കുന്നതിന് അനുകൂലമായ തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ ശശീന്ദ്രൻ കമ്മിറ്റിയിൽ PC ചാക്കോ പങ്കെടുക്കുന്നത് പാർട്ടി ഭരണഘടനാ പ്രകാരം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറങ്ങിപ്പോന്നത്. ശശീന്ദ്രൻ അനുകൂലികളായ PK രാജൻ, വർക്കല രവികുമാർ, സുഭാഷ് പുഞ്ചക്കോട്ട എന്നിവരും ഇറങ്ങിപ്പോയി. 12-അംഗ സമിതിയിൽ 10 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും 2 പേർ പാർലമെന്ററി പാർട്ടി നേതാവും സംസ്ഥാന അധ്യക്ഷനുമാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനല്ലാത്ത ചാക്കോയ്ക്ക് എങ്ങനെ പങ്കെടുക്കാനാകുമെന്നായിരുന്നു ശശീന്ദ്രന്റെ വാദം. എന്നാൽ ഈ മാസം 5-ന് ചേർന്ന ഇലക്ഷൻ കമ്മിറ്റിയിൽ ചാക്കോ പങ്കെടുത്തപ്പോൾ ഇത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നതെന്നാണ് മറുപക്ഷത്തിന്റെ ചോദ്യം. തർക്കമുള്ള സാഹചര്യത്തിൽ എലത്തൂരിലെ സ്ഥാനാർത്ഥി നിർണയം കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് AK ശശീന്ദ്രൻ, മുക്കം മുഹമ്മദ്, PM സുരേഷ് ബാബു എന്നീ പേരുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് സമർപ്പിക്കും. PC ചാക്കോയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ചാക്കോ അനുകൂലിയായ കേരളത്തിൽ നിന്നുള്ള സതീഷ് കുമാറും സമിതിയിൽ അംഗമാണ്. കുട്ടനാട്ടിൽ തോമസ് K തോമസ് മത്സരിക്കും. പാർട്ടിയുടെ 3-ാം സീറ്റായ കോട്ടക്കൽ വേണമെന്ന CPMന്റെ ആവശ്യം NCP അംഗീകരിച്ചു. പകരം മലപ്പുറം സീറ്റിൽ മത്സരിക്കും. KT മുജീബാണ് മലപ്പുറത്തെ NCP സ്ഥാനാർത്ഥി. 24 തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന നേതാക്കൾ. മുൻ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗം 1.5 മണിക്കൂർ നീണ്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ഈ മാസം 15-നും 20-നും ഇടയിലായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ മാസം ഒരു 15th മുതൽ 20th വരെ 2 ഘട്ടമായിട്ടായിരിക്കുമോ? അല്ല, അത് എല്ലാം ഒരുമിച്ചായിരിക്കുന്നതാണ് അതാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷ. ശരി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട CPM സൈബർ ആക്രമണത്തിൽ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളത്തിന്റെ മഹാനടന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖേദപ്രകടനം. മമ്മൂട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടുള്ള സംസാരം സതുദ്ദേശത്തോടുകൂടിയായിരുന്നു.
വിവാദമുണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്ക് അതിനവസരം കൊടുക്കരുത് എന്നായിരുന്നു നടൻ ഉദ്ദേശിച്ചത്. പിന്നീടുണ്ടായത് വലിയ സൈബർ ആക്രമണമെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. CPIM-ന്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായ മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്ങനെ നല്ലൊരു കാര്യത്തെ ചീത്തയാക്കാൻ കഴിയുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദം. CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണം നടത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPM-ന്റെ ആളുകൾക്ക് മമ്മൂട്ടി എന്ന മഹാനടനെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായോ എന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ഒരു ക്യാമറയ്ക്ക് മുന്നിലും പറയാത്ത കാര്യത്തിനെ വിവാദമാക്കിയതിനും മുഖ്യമന്ത്രിക്ക് അതൃപ്തി. 24 തിരുവനന്തപുരം. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമാകാത്തതിനാൽ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നാളെ മുതൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം തുടരുമെന്നും ശമ്പള വർധന ഉറപ്പു നൽകുന്ന ആശുപത്രികളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും UNA അറിയിച്ചു. ശമ്പള വർധന അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ മാനേജ്മെന്റ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് നഴ്സസിന്റെ പണിമുടക്ക്. വൈകിട്ടോടെ മാനേജ്മെന്റ് പ്രതിനിധികൾ UNA ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ അനുകൂലമായ സമീപനമാണ് ഉണ്ടായതെന്ന് UNA. പക്ഷേ സമരം രോഗികളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ആരോഗ്യ മേഖല ആകെ ബാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതേസമയം ഉറപ്പുകൾ ആശുപത്രി മാനേജ്മെന്റുകൾ കരാർ ആക്കിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് നഴ്സുമാരുടെ നിലപാട്. സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. BJP നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നാളെ മുതൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം തുടരാനാണ് നഴ്സസിന്റെ തീരുമാനം. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നാളെയും ചികിത്സ മുടങ്ങും. ആശുപത്രികൾ ശമ്പള വർധന ഉറപ്പു നൽകുന്ന മുറയ്ക്ക് അവരെ സമരത്തിൽ നിന്നും ഒഴിവാക്കുമെന്ന് UNA അറിയിച്ചു. 24 കോഴിക്കോട്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് മണ്ണാർക്കാട് വൃദ്ധ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അമ്പലക്കുളത്തിൽ വീട്ടിൽ അയ്യപ്പൻ, ഭാര്യ കല്യാണിക്കുട്ടി എന്നിവർ. ആത്മഹത്യയ്ക്ക് കാരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നുള്ള മനോവിഷമമെന്ന് പോലീസ്. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. ക്രൂഡ് ഓയിലിന് വില ബാരലിന് $107.2 ആഗോള ആശങ്കയിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ് നാളെ CBIക്ക് മുന്നിൽ ഹാജരായേക്കില്ല. ഹാജരാകാൻ 15 ദിവസത്തെ സാവകാശം തേടിയതായി CBI വൃത്തങ്ങൾ. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തതിന് താനൂർ നഗരസഭാ അധ്യക്ഷന് മന്ത്രി V. അബ്ദുറഹ്മാന്റെ പരസ്യ വിമർശനം. താനൂരിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നടത്താനുള്ള ചിന്ത ചെയർപേഴ്സണില്ലെന്ന് മന്ത്രി. കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിൽ പങ്കെടുക്കാത്തതിനാണ് മന്ത്രിയുടെ വിമർശനം. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി പ്രതിജ്ഞാബദ്ധമെന്നും S. ജയശങ്കർ പറഞ്ഞു. വിഷയത്തിൽ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലോക്സഭയിലും ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിലെ ആദ്യ ദിവസം തന്നെ പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണം. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തെ ഊർജ്ജ സുരക്ഷയ്ക്കുമാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് എന്നും വിദേശകാര്യമന്ത്രി. The CCS was concerned over the safety and security of the Indian community in the region.
വിഷയത്തിൽ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ തള്ളിയതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിൽ മന്ത്രി പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തുവന്നു. പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന കാര്യങ്ങൾ പുറത്തുവരുന്നതിനാൽ ഭരണപക്ഷം ചർച്ച ആഗ്രഹിക്കുന്നില്ല എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. 24 ഡൽഹി. തുടർച്ചയായി 10ാം ദിവസവും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച് ഇറാൻ. ബഹ്റൈനിലെ സിത്ര ഐലൻഡിലുണ്ടായ അപകടത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ സൗദിയിലെ ഇന്ത്യൻ എംബസി തള്ളി. ശക്തമായ ആക്രമണമാണ് പുലർച്ചെ ബഹ്റൈനിലുണ്ടായത്. സിത്ര ഐലൻഡിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 32 പേർക്ക് പരുക്കേറ്റു. UAEയിൽ ഫുജൈറയിലെ എണ്ണ വ്യവസായ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഇത് 2ാം തവണയാണ് ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ ആക്രമിക്കപ്പെടുന്നത്. UAEക്കെതിരെ ഇന്ന് ഇറാൻ തൊടുത്തത് 18 ഡ്രോണുകളും 15 മിസൈലുകളുമാണ്. UAEയിൽ ആകെ പരുക്കേറ്റവരുടെ എണ്ണം 117ആയി. സൗദിയിൽ റിയാദ്, ഷൈബ എണ്ണപ്പാടം, പ്രിൻസ് സുൽത്താൻ എയർബേസ്, അൽ ജൌഫ് എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അൽ ഖർജിൽ നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചതായുള്ള റിപ്പോർട്ട് സൗദിയിലെ ഇന്ത്യൻ എംബസി തള്ളി. കുവൈറ്റിലും ഖത്തറിലും തുടർച്ചയായി ആക്രമണങ്ങളുണ്ടായി. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 24 ദുബായ്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാളായ ചരിത്രകാരനാണ് വിടവാങ്ങിയത്. ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ നിരവധി സംഭാവനകൾ നൽകിയ ഡോക്ടർ N പണിക്കർ 1936 ഏപ്രിൽ 6 ഗുരുവായൂരിലാണ് ജനിച്ചത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDയും നേടി. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സഹപാഠിയായിരുന്ന രാജസ്ഥാൻ സ്വദേശിനി ഉഷ ഭാർഗവ പിന്നീട് ജീവിത സഖിയായി. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലെ സാംസ്കാരിക ഭൗതിക ചരിത്രമാണ് പ്രധാനമായി പണിക്കരുടെ ഗവേഷണ മേഖല. ഇംഗ്ലീഷ് ഭാഷയിലാണ് KN പണിക്കരുടെ ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്, റീജിയൻ ആൻഡ് പീസ് ആൻഡ് അപ്രൈസിംഗ് ഇൻ മലബാർ ഉൾപ്പെടെ ഒട്ടേറെ ചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. പണിക്കരെക്കുറിച്ചുള്ള പുസ്തകം ചരിത്രമെന്ന പോർക്കളം 2019 പുറത്തിറങ്ങി. കലുഷിതമായ കാലം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയും പുറത്തിറക്കിയിരുന്നു. ചരിത്രത്തിൻ്റെ നേരായ പാതയിൽ കൂടി ഗവേഷണവും പഠനങ്ങളും എല്ലാം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തെ പ്രൊഫസർ KN പണിക്കർ ഒരു പോരാട്ടമായി കണ്ടു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറായിരുന്ന KN പണിക്കർ 12 വർഷം കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനുമായി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആദ്യ ചെയർമാനായിരുന്നു. കേരള ചരിത്ര കോൺഗ്രസ് സ്ഥാപക അധ്യക്ഷനുമായി. 2017 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചു. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. റിസർച്ച് ഡെസ്ക് 24. റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.